ഈ ദീപികാരണത്തിലൂടെ ഈശോ ഇതാ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുന്ന കരുണയുടെ ഈ തിരുമണിക്കൂറിൽ നമുക്ക് കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സർവശക്തിയോടും കൂടി ആരാധിക്കാം. പരിശുദ്ധ പരമ ദീപികാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദീപികാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദീപികാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണയും സ്നേഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുവാൻ ഈ ദീപികാരുണ്യത്തിൽ തൻ്റെ ഏറ്റവും വലിയ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു. ഈ ദൈവത്തെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എപ്പോൾ നമ്മൾ ദൈവഹിതം എന്ത് എന്ന് മനസ്സിലാക്കുകയും ആ ദൈവഹിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അവ പാലിക്കുകയും ചെയ്യുമ്പോഴാണ്. അമ്മ ത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്. ഓരോ മനുഷ്യനെ പറ്റിയും അവൻ്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിനെ പറ്റി പോലും ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ പറ്റി, നമ്മുടെ ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെ നിത്യതയോളം ഓരോ നിമിഷത്തെയും പറ്റി ദൈവം വലിയ കൃത്യതയോടെ വലിയൊരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനും പദ്ധതിയുമാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുവാൻ കൃപകളും അഭിഷേകവും നൽകിക്കൊണ്ട് നമ്മെ അവൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനുള്ള വലിയ കൃത്യത നിറഞ്ഞ ഒരു പ്ലാനും പദ്ധതിയുമാണത്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഈ വലിയ പ്ലാനും പദ്ധതിയുമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവിക പദ്ധതികളോട് അനുരൂപനയായി മാറുകയാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതിലാണ് ദൈവിക രാജ്യം നമുക്ക് വേണ്ടി തുറന്ന് കിട്ടുന്നത് എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഈ വചനങ്ങളിലൂടെ ഈശോ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാര മേഖലകളോ ഒന്നുമല്ല നമ്മൾ ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം എപ്രകാരമാണ് വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നത്, അതൊരു ക്രിസ്തീയ വിശ്വാസി മനസ്സിലാക്കി അതിനോട് അനുരൂപരായി മാറുമ്പോഴാണ് വലിയ കരുണ, വലിയ കൃപ, വലിയ അഭിഷേകം, ദൈവിക സ്നേഹമൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും ഒഴുകി ഇറങ്ങുന്നത്. ഈശോ വചനത്തിലൂടെ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ, അനീതി പ്രവർത്തിക്കാതെ വചനം ശ്രവിക്കുക, വചനം അനുസരിക്കുന്നവർ പാറമേൽ ഭവനം പണിയുന്ന വിവേകമതിയായ മനുഷ്യനാണെന്ന് ഈശോ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അനീതികളും തിന്മകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ദൈവീക ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വചനങ്ങൾ, ആ വചനങ്ങൾ ശ്രവിക്കുക മാത്രമല്ല, അത് ജീവിതമാക്കണം. വചനം നമ്മുടെ ജീവിതത്തിൽ മാംസമായി തീരണം. ദൈവിക ഹിതം അറിയുക മാത്രമല്ല, ദൈവിക ഹിതം
വചനത്തിലൂടെ മനസ്സിലാക്കി ആ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം, ആ വചനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പോകുന്നവർ, ഈശോ പറയുകയാണ്, ഇങ്ങനെയുള്ളവരാണ് പാറമേൽ ഭവനം പണിയുന്നത്. വീണ്ടും ഈശോ പറയുകയാണ്, വിവേകശൂന്യരായ ഭോഷന്മാരായ മനുഷ്യര്, അവര് സ്വാർത്ഥതയോടെ തന്നിഷ്ടപ്രകാരം വചനമൊക്കെ ശ്രവിക്കുന്നുണ്ട്, എന്നാൽ കേട്ട ഈ വചനം ഹൃദയത്തിൻ്റെ ഭാഗമാക്കാതെ, അത് ജീവിക്കാതെ, അത് പാലിക്കാതെ, ജീവിതത്തിൽ അത് മാംസമായി തീരാതെ വെറും കേൾവിക്കാരായി തീർന്നിട്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഇങ്ങനെയുള്ളവരാണ് തൻ്റെ ഭവനം മണൽപ്പുറത്ത് പണിയുന്നവർ. പ്രിയമുള്ളവരെ, ഈ നിമിഷത്തിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതം, വചനമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, വചനാധിഷ്ഠിതമായ ജീവിതം എന്തെന്ന് നമുക്കറിയാം. ധ്യാനങ്ങളിലൊക്കെ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലൂടെ നമുക്ക് സാമീപ്യമായി സമീപസ്ഥനായി കടന്നു വരുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ വചനങ്ങൾ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്ന വചനങ്ങളും കൂദാശകളും സത്യപ്രബോധനങ്ങളും വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന സഭയുടെ പ്രബോധനങ്ങളുമൊക്കെ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്? വിവേകമതികളും വിവേകശൂന്യരായ മനുഷ്യരുമൊക്കെ അഭിമുഖീകരിച്ച ദുരിതമെന്ന് പറയുന്നത് ഒരേ ദുരിതം തന്നെയായിരുന്നു. വചനം പറയുകയാണ്, ശക്തമായ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കൊടുങ്കാറ്റടിച്ചു. എന്നാൽ ദൈവീക സംരക്ഷണത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചിരുന്നവരുടെ ഭവനം വീണുപോയില്ല. മണൽപ്പുറത്ത് ഭവനം പണിതിരുന്നവരുടെ ഭവനങ്ങളെല്ലാം നിലം പൊത്തി വീണുപോയി എന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം പാറമേൽ പണിത ഭവനം പോലെ അടിത്തറ വളരെ ദൃഢമായ, നല്ല ഉറപ്പുള്ള, നല്ല സ്ഥിരതയുള്ള, ശക്തമായ അടിത്തറയുള്ള ജീവിതം പണിയുന്നവരായി മാറാം. നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യവും കെട്ടുറപ്പുണ്ടാവുന്നത് അടിത്തറ എത്രമാത്രം കുറ്റമറ്റതാണ് എന്നതിലാണ്. നമ്മുടെ ജീവിതം ഈ ലോകത്തിൻ്റെതായ ഒരുപാട് പ്രലോഭനങ്ങളും തിന്മകളുമൊക്കെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ, ശക്തമായ രീതിയിൽ വീണുപോകാവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ, നമ്മൾ വചനം കേൾക്കുന്നവരായി മാത്രം ജീവിക്കുന്നവരാണെങ്കിൽ, വചനം ജീവിതത്തിൻ്റെ ഭാഗമാക്കാത്തവരാണെങ്കിൽ, വചനം ജീവിക്കാത്തവരാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ അസ്തിത്വമെന്ന് പറയുന്നത് കെട്ടിറുപ്പുള്ള ഒരു ഭവനം പോലെ അടിത്തറ പാകിയതാവില്ല. നമ്മൾ വീണു പോകും. നമ്മൾ മഴയും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളുമൊക്കെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ജീവിത നൗക തന്നെ മുങ്ങിത്താഴുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി അവ പ്രാവർത്തികമാക്കുക എന്നതാണ് ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാം. കാരണം നമ്മെ വിളിച്ചവൻ നമ്മെക്കാൾ വിശ്വസ്തനാണ്. വിളിച്ചവൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മളെ എല്ലാ തിന്മകളിൽ നിന്നും വിശുദ്ധീകരിച്ചുകൊണ്ട് അവൻ്റെ തിരുഹൃദയത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് നമ്മെ പൂർണ്ണമായിട്ടും അവൻ്റേതാക്കി മാറ്റുക എന്നതാണ്. അതാണ് ഈശോയുടെ ആ വിശ്വസ്തത എന്ന് പറയുന്നത്. എന്നാൽ വചനം കേട്ടിട്ടും വചനം പാലിക്കാതെയൊക്കെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ കർത്താവിൻ്റെ ഈ വിശ്വസ്തത മനസ്സിലാക്കിയിട്ടും അതിൽ നിന്നൊക്കെ ഓടിപ്പോയിട്ട് തിന്മയുടെ ഭാഗമായിട്ട് മാറുന്നവരാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ വചനാധിഷ്ഠിതമായ ജീവിതം, വചനത്തിൽ നങ്കൂരമിട്ട ആ ജീവിതം, ഹൃദയം വചനത്തോട് ചേർത്ത് വയ്ക്കുന്ന ജീവിതം, വചനത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ശരീരം, മനസ്സ്, ആത്മാവൊക്കെയുള്ള ആ വലിയ
നിത്യതയുടെ തുറവി അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നമുക്ക് കരഗതമാകണമെന്നാണ് വചനത്തിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മൾ അവിടെയും ഇവിടെയും, ആ പള്ളിയിലും ഈ ധ്യാന കേന്ദ്രത്തിലും ഈ പിൽഗ്രിമേജ് സെൻ്ററിലുമൊക്കെ ഓടി നടക്കുകയാണ്. ഞാനൊരു തീരുമാനമെടുത്തു, ദൈവമേ അത് നീ എനിക്ക് നടപ്പാക്കി തരുക എന്നും പറഞ്ഞുകൊണ്ട്. നല്ലതാണോ? ശരി. തീരുമാനങ്ങൾ നമ്മളല്ല എടുക്കേണ്ടത്, ദൈവമാണ് തീരുമാനങ്ങൾ നമുക്ക് വേണ്ടി എടുക്കേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്താൽ ദൈവം ആ തീരുമാനങ്ങൾ നമുക്ക് വേണ്ടി നടത്തിത്തരും. എന്നാൽ എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ട് നമ്മൾ കർത്താവിൻ്റെ പുറകെ പോവുകയാണ്, ഇതെനിക്ക് നടത്തിത്തരണം, അതെനിക്ക് നടത്തിത്തരണം എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും കാര്യങ്ങൾ നടക്കാതെ പോകുന്നതും നമ്മൾ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ദൈവത്തെ അതിൻ്റെ ഭാഗമാക്കി മാറ്റാത്തത് കൊണ്ടാണ്. നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അതൊക്കെ ദൈവീക ദാനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ ദൈവം എന്താണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് അഭിലഷിക്കുന്നത്, എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന്, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, എൻ്റെ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്, ഈശോയുടെ ഹിതം എന്താണ്, ഈ ദൈവേഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതത്തിന് വഴങ്ങി പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം പൂർണ്ണമായിട്ട് ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന പൗലോസ്ലീഹായുടെ മനോഭാവം നമ്മളിലേക്ക് കടന്നു വരട്ടെ. ഈ 3 മണി സമയത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് എല്ലാം നമുക്ക് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടേതാവാതിരിക്കട്ടെ. നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, നമ്മുടെ ദാമ്പത്യ ബന്ധം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവിക ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം പൂർണ്ണമായി ദൈവേഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് നമുക്കും പറയാം. ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന സകലരെയും നമുക്ക് കർത്താവിൻ്റെ കരുണയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിന്റെ കരുണയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേൽ നീ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗികൾ സൗഖ്യപ്പെടട്ടെ. ഒരുപാട് പ്രശ്നങ്ങളും ആകുലതകളും വേദനകളും മുറിവുകളും ഒക്കെയുള്ള മനുഷ്യർ നിന്റെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഈ 3 മണി സമയത്ത് കർത്താവേ, നിന്റെ തിരുഹൃദയത്തിൽ നിന്ന്, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എല്ലാവരിലേക്കും കരുണയും സ്നേഹവും ഒഴുക്കി അവരെല്ലാം നിന്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് എല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ഓരോ വ്യക്തിയെയും കൈപിടിച്ചുയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെയും നമ്മായിരിക്കുന്ന അവസ്ഥകളെയും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമാപനാശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.